ഇടയ്ക്ക് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിലങ്ങനെ പോവാറില്ല, പോയാലും രാത്രിയിലാണ്, കാറിൽ പോയി തിരിച്ചു വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അതെ അല്ല, പകല് പോകേണ്ട സാഹചര്യം വന്നാൽ പകല് പോകും. അത് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട്. അത് ഇപ്പോഴും കറങ്ങി വരുന്ന റീലാ അത്. അതെന്ന് വെച്ചാൽ നാട്ടുകാരെന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. നാട്ടുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, വീടാക്രമിക്കാനൊക്കെ നോക്കി. എന്തിന്? ഞാൻ അങ്ങനെ കുഗ്രാമം എന്ന് പറഞ്ഞിട്ട് അതിന് കമ്മിറ്റി ഉണ്ടാക്കാൻ നോക്കി, പിന്നെ ജാഥ നടത്താൻ നോക്കി. അപ്പോൾ അത് അവരങ്ങനെയാണ് അത് എടുത്തത്. കുഗ്രാമം എന്നുള്ളത് അപരിഷ്കൃതമായ ഗ്രാമം, അല്ലെ ഞാൻ എൻ്റെ നാടിനെ തള്ളിപ്പറഞ്ഞെന്ന രീതിക്ക് എടുത്തത്. പിന്നെ എൻ്റെ ഒരു ടോൺ അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്, ഒരു പുച്ഛം. ഞാൻ നാട്ടിൽ ഞാൻ പോകാറില്ല, ഞാൻ രാത്രി കാരണം ഞാൻ തിരിച്ചു വരും. അപ്പൊ പറഞ്ഞ ടോണിലേ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമായി എൻ്റെ അടുത്ത്. ആ ദേഷ്യം ഇപ്പോഴും കാണുമായിരിക്കും. അവരുടെ നാട്ടിലെ ശത്രുക്കൾ അവസ്ഥയാലോചിച്ച് നോക്ക്. സാധാരണ ഏതൊരു ഓൺലൈൻ ശത്രുക്കളുള്ള ആൾക്കാർ നാട്ടിലെങ്കിലും ശത്രു ഇല്ല, നാട്ടിലെ സപ്പോർട്ട് ഉണ്ടോ? എനിക്ക് അതുമില്ല. നാട്ടിലും പുറത്തിറങ്ങാൻ പറ്റില്ല, ശത്രുക്കളാ. മിണ്ടില്ല ആൾക്കാർ കണ്ടാലും. ആൾക്കാരെന്നെ കാണുന്നില്ലല്ലോ, ഞാൻ വണ്ടിയില്ലേ പോന്നെ. കൂടെ കൊട്ടിച്ച വണ്ടി ഇപ്പൊ ആൾക്കാരെങ്ങനെ കാണാനാ? അപ്പോ അതാണ് അത് തന്നെ ഫ്ലോയിൽ പറഞ്ഞു. അപ്പൊ കുഗ്രാമത്തിന് ആ അപരിഷ്കൃത ഗ്രാമം എന്നുള്ള മാത്രമല്ല അർത്ഥം, റിമോട്ട് വില്ലേജ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഇനി അങ്ങനെ ഇവര് മറ്റെന്താ പറയുന്നത്, ശബ്ദധാരാവലിയൊക്കെ എടുത്തു നോക്കിയിട്ടൊക്കെയാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കി. വാക്കുകളുടെ അർത്ഥം എടുക്കാൻ ഭയങ്കര ഡേഞ്ചറാ. ഓരോ വാക്കുകളുടെ ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അത് അന്ന് ഭയങ്കര, നിങ്ങൾ വിചാരിക്കുന്ന പ്രശ്നമല്ല. ഒരു നാട്ടുകാർ മൊത്തം ഒരാൾക്കെതിരെ തിരിയുക, എന്നിട്ട് നാട്ടിൽ കാലുകുത്ത സമ്മതിക്കണ പറയാ. അമ്മയെ അച്ഛനൊക്കെ പേടിച്ചില്ലേ? ഇല്ല, അങ്ങനെ വീടാക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കുറച്ച് ആൾക്കാർ നാട്ടിൽ കാണുമല്ലോ. അത് അവരൊരു ആവേശമാണ്. ഞാനത് മെറ്റഫോറിക്കലി പറഞ്ഞു. ഓക്കെ. അല്ലാതെ ഇവര് കല്ലെടുത്തെറിഞ്ഞല്ല, അത്രയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. സിമ്പിൾ. അത് തന്നെ. അത് അവരതൊക്കെ സെലിബ്രേറ്റ് ചെയ്ത്, മനസ്സിലായോ? ആൾക്കാർ ഈ കയോ സെലിബ്രേറ്റ് ചെയ്യുന്നതാണല്ലോ ആൾക്കാരെ ബേസിക് ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 വർഷമായി. പിന്നെ അന്ന് ഈ ജോലിയുണ്ട്. ഇപ്പൊ ജോലിയുള്ളപ്പോ സ്വാഭാവികമായിട്ടും ഞാനിങ്ങനെ പകല് പോകുന്നത്. ഇപ്പൊ വെള്ളിയാഴ്ച ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും, മനസ്സിലായില്ലേ? പിന്നെ ജോലിക്ക് പോകുന്ന ദിവസം ചിലപ്പോൾ ഏർലി മോർണിംഗ് എനിക്ക് ഇറങ്ങുന്നേ. അപ്പൊ ആൾക്കാർ പിന്നെ പൊതുവേ ഞാൻ ഇൻട്രോവേർട്ട്. ഞാനിപ്പോ ആൾക്കാരോട് പണ്ടേ ഞാൻ ഇതില്ല, സംസാരമില്ല. ചെറുപ്പം മുതൽ സംസാരമില്ല, പഠിക്കുമ്പോഴേ ഇല്ല. പഠിക്കുമ്പോൾ പിന്നെ കുറച്ചൊരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ. +2 വരെ ഞാൻ എക്സ്ട്രീംലി ഇൻട്രോവേർട്ടും ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുള്ള ആളായിരുന്നു. അതിന് ഡിഗ്രി സെക്കൻഡ് ഇയർ എത്തിയപ്പോഴാണ് ഞാനൊന്ന് കുറച്ചൊരു ഗ്യാങ്ങും കാര്യങ്ങളും ഒരു ധൈര്യമൊക്കെ വന്നേ. പിന്നെ ഞാൻ പഠിച്ച സ്ഥലത്തൊക്കെ ഉണ്ട്. പഠിച്ച സ്ഥലത്ത് പക്ഷേ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആരോടും മിണ്ടൂല. എനിക്ക് ആളുകളെ ഇന്ററാക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജെല്ലാവാനൊക്കെ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. അതാണ് നമ്മളെ രീതി. ഈ ഇപ്പൊ സൗഹൃദ വലയം കുറവാണെന്ന് പറഞ്ഞല്ലോ. ചില ആൾക്കാർ ഇൻട്രോവേർട്ട് ആയി പോകുന്നതിന് റീസൺ ഉണ്ടാവും. ചില ആൾക്കാരുടെ ബേസിക് നേച്ചർ അതായിരിക്കും. എന്തെങ്കിലും ചെറുപ്പത്തിലുണ്ടായ ഒരു റീസൺ കൊണ്ടാണോ അങ്ങനെ വന്നത്? അത് പണ്ടോട്ടെ ബേസിക് നേച്ചർ അത് തന്നെയാണ്. അങ്ങനെ ട്രോമ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പാസ്റ്റ് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെയൊന്നുമല്ല. എനിക്ക് ചെറുപ്പം മുതലേ പേടിയാ. ആൾക്കൂട്ടം സ്റ്റേജും ഒക്കെ പേടിയാ. ഇപ്പോ ഒരു ഈവൻ കല്യാണ വീട്ടിലിങ്ങനെ പോകുമ്പോൾ നിറച്ച ആൾക്കാരല്ലേ, കോൺഷ്യസ് ആവും. ഭയങ്കര കോൺഷ്യസ് ആവും, മനസ്സിലായോ? സിനിമാ തിയേറ്ററിൽ തന്നെ പോകുമ്പോൾ ഓൾറെഡി ഫുള്ളി പാക്ഡ് ആയിരിക്കുന്ന സിനിമാ തിയേറ്ററിൽ കയറാൻ പേടിക്കും. 2 സ്ഥലത്ത് പേടിയല്ല, ഒരു ഇൻഹിബിഷൻ. എനിക്ക് ആൾക്കാരെ അപ്പോ അവിടെ ഞാൻ ഇപ്പോൾ ഗ്ലാസ് വെക്കുന്നേ. പണ്ട് നമുക്ക് ഗ്ലാസ് വെച്ച് നടക്കുന്ന ഒരു പരിപാടി ഇല്ലല്ലോ, ഐ കോണ്ടാക്ട് ഇല്ലല്ലോ. ഈ സാധനം എനിക്കും നമ്മളെ നേരെയാണ് ആൾക്കാർ താഴേക്ക് നോക്കിട്ട് പോയി കയറിഞ്ഞ്. അതല്ല, എന്നിട്ട് ആൾക്കാർ വിചാരിക്കും ഓൾറെഡി തിയേറ്ററിനകത്ത് ഇരുട്ടാ, അവിടെ ഒരു ചങ്ങായി കൂളിംഗ് ഗ്ലാസും വെച്ച് വരുന്നു. അപ്പൊ ഇവൻ എന്ത് വട്ടന വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ അതാ. ഞാൻ പേടിച്ചിട്ട് വെക്കണമെന്നൊക്കെ. ആക്ച്വലി പേടി എന്നുള്ള വാക്ക് ലിറ്ററലി എടുക്കണ്ട, ഞാൻ ജസ്റ്റ് കോമഡി. അതായത് എനിക്ക് ഐ കോണ്ടാക്ട് കൊടുക്കാൻ വലിയ താല്പര്യമില്ല ഏത് സ്ട്രേഞ്ചേഴ്സിന്. അത് പണ്ടത്ര ഉണ്ടായിരുന്നു, ഇപ്പൊ കൂടുതലായിട്ട് വന്നത്. കാരണം ആൾക്കാർ നമ്മളൊന്ന് ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കൂ. അത് നല്ല രീതിക്കാണ് അധികം ആൾക്കാർ എടുക്കുന്നത്. അങ്ങനെ ശത്രുക്കളെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്കാണ്. അശ്വന്ത് എപ്പോഴെങ്കിലും ഈ ഹെയർ ഒക്കെ ഒതുക്കി ചീകിയിരുന്ന ഒരു ഫോട്ടോ ഒന്ന് കാണാൻ പറ്റും റിവ്യൂ? ആ കളങ്കാവിന്റെ റിവ്യൂലുണ്ട്. അല്ല, അത് സിനിമയ്ക്കുണ്ട്. അല്ലാതെ അശ്വന്ത് ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് ഹെയർ ഇട്ട്? ഫുൾ. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് തോർത്തി കഴിഞ്ഞാൽ പിന്നെ മുടിയൊന്നും ചെയ്യില്ല. മുടി കുറച്ച് കഴിയുമ്പം ഡ്രൈ ആകുമ്പോൾ മുടി ഇങ്ങനെ പൊങ്ങി വരും. കുളിക്കുമ്പോൾ ഇത് ഇതായിട്ടിരിക്കും, ഡ്രൈ ആകുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും, മറ്റേ പോപ്കോണൊക്കെ വരും പോലെ. പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പിറ്റേന്ന് കുളിക്കും വരെ അങ്ങനെ തന്നെയായിരിക്കും. ചീകയില്ല. ചീങ്ങാൻ ഇത് കോമ്പ് ഇതിനകത്തോട് കടക്കണ്ടേ.
സ്റ്റക്കായി പോകും. ഇല്ലേ കുളിച്ചോടനെ ചെയ്യാൻ പറ്റും. കളങ്കാവലിനെ കുളിച്ചിട്ട് റിവ്യൂ ചെയ്ത് അപ്പൊ കുറെ ആൾക്കാർ ഇവനിപ്പോ കൊള്ളാം. അപ്പൊ ആൾക്കാർ അത്രയും കാലം ഞാൻ കുളിച്ചിട്ടില്ല എന്നാ. ഞാൻ കുളിക്കാത്തോണ്ടല്ല, കുളിച്ച ഉടനെ റിവ്യൂ ചെയ്യുന്നില്ലല്ലോ. അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി അടുത്ത് കുളിച്ചു. കളങ്കാവൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി കുളിച്ചു. അതും തല മാത്രം കുളിച്ചു. എന്തൊക്കെ കഷ്ടപ്പാട് എന്ത് കഷ്ടപ്പാട്, തല നനച്ച്. അല്ല ഞാൻ അല്ല അത് ശരിയാ. അപ്പൊ ആൾക്കാർ ഭയങ്കര സന്തോഷം. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ, കുളിച്ച് ഷേവ് ചെയ്ത് മുടിയൊക്കെ ചെയ്യി. എൻ്റെ അച്ഛനൊക്കെ പറയണം എപ്പോഴും, നീ ഇങ്ങനെ നടക്കുന്ന ഒരു സുഖമില്ല, നീ ഒന്ന് ഷേവ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് ഒതുക്കി. അപ്പൊ ഇത് അങ്ങനെ ചെയ്തപ്പോ കുറെ ആൾക്കാർക്ക് ഇപ്പോഴും നിന്നെ കുളിച്ചു കൊണ്ടല്ലോ, ഇപ്പോഴാണ് നീ ഒരു മനുഷ്യനായത്, ഇപ്പോഴാണ് നീ ഇതായത് ആദ്യമായിട്ട് നിന്നെ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുണ്ട്. അല്ല ഈ ഹെയർ ചിലപ്പോൾ ഞാൻ മാറ്റും. സ്കൂളാകുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു, പ്രിൻസിപ്പൾ ചീത്ത പറയും. ഇപ്പൊ വർക്കിംഗ് അല്ലല്ലോ. ഇല്ല, പക്ഷെ അന്ന് പപ്പോഴും ഞാൻ മുടി വെച്ചിട്ടുണ്ട്. കാരണം സ്കൂളിൽ പോകുമ്പോൾ ഒതുക്കുവോ? അല്ല, അത് ഓരോ പ്രിൻസിപ്പൾമാരനുസരിച്ച്. ചില പ്രിൻസിപ്പൾമാര് ഇങ്ങനെ പറയും, അശ്വന്തേ നീ ഇങ്ങനെ നടക്കല്ലടാ, നീ ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്, പിള്ളേരോട് പറയാൻ പറ്റുന്നില്ല, പിള്ളേരോട് മുടി വെട്ടാൻ പറയുമ്പോൾ നിന്റെ മുടിയാണ് കാണിക്കുന്നത്, പിന്നെ നമ്മളെങ്ങനെ പറയാ പറയും. അത് ഓരോ പ്രിൻസിപ്പൾമാരനുസരിച്ചിരിക്കും. പിന്നെ അവരെ വല്ലാതെ ബുദ്ധിമുട്ടി, അല്ലാതെ അവരെ പേടിച്ചിട്ടില്ല, വല്ലാതെ അവരെ ബുദ്ധിമുട്ടി. ഞാൻ കാരണം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ വെട്ടാറുണ്ടായിരുന്നു. അങ്ങനെയാണ്. ഇപ്പൊ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ അച്ഛൻ ഈ അടുത്താണ് മരണപ്പെട്ടു പോയത്. ഒരു ലൈഫിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഇല്ലാതാവുന്നത്. അതെ അതെ അതെ. എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാവും? സ്വയമായിട്ടുണ്ടാവും, പക്ഷെ അശ്വന്തിന്റെ ഒരു ജീവിത രീതി ശൈലിയൊക്കെ അശ്വന്ത് ഇവിടെയാണ്, ഒറ്റയ്ക്ക് ഫാമിലി അവിടെയാണ്. അതിന്റെ ഇത് ഓവർ ഹീലിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയാണ്? അല്ല അച്ഛൻ കഴിഞ്ഞ 2 വർഷമായിട്ട് അച്ഛൻ എന്റെ കൂടെ താമസം. അച്ഛൻ ഡയബറ്റിക് ആയിരുന്നു. ഫ്ലാറ്റിലായിരുന്നു അച്ഛനും അമ്മയും. അപ്പൊ അച്ഛന്റെ കൂടെ അമ്മ വേണമല്ലോ. അപ്പൊ അച്ഛന്റെ ഗ്രാജുവലി ഈ ഡയബറ്റിക് അതിന്റെ പ്രോസസ് അറിയാലോ, കട്ട് ചെയ്ത് കാലിന്റെ ഓരോ പോർഷൻസ് കട്ട് ചെയ്ത്, ഒരു കാല് കട്ട് ചെയ്ത് അത് ഹീലായി, പിന്നെ കട്ട് ചെയ്ത് ഇപ്പോ 2 വർഷമായിട്ട് ഇങ്ങനെ ഗ്രാജുവലി ഒരു 2 months കൂടുമ്പോൾ സർജറി, ആൻജിയോപ്ലാസ്റ്റി, അങ്ങനെ ഒരു പ്രോസസ് ആയിരുന്നു. അച്ഛനിങ്ങനെ വീക്കായി വരുന്ന ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ മരിക്കുന്നതിന് മുൻപുള്ള ആ പ്രോസസ്സാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഐ ഓൾറെഡി ന്യൂ, മനസ്സിലായോ, ഹി വുഡ് ഡൈ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓൾറെഡി ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മരിച്ചു കഴിയുമ്പോൾ ആക്ച്വലി ഐ ഗോട്ട് റിലീവ്ഡ്. കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അച്ഛനെ കണ്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അച്ഛനെ ബുദ്ധിമുട്ടാണ് കാണുന്ന. പക്ഷെ അമ്മയ്ക്കൊന്നും ഞാൻ എടുക്കും പോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കും. പിന്നെ എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ICUലായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് പെട്ടെന്ന് ഞാൻ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിരുന്നു, കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഞാൻ ഇരുത്താണല്ലോ എപ്പോഴും, കൂടുതൽ സമയം ഞാൻ ഒറ്റയ്ക്കിലിരിക്കുന്നത്, റൂമിലിരിക്കില്ലായിരുന്നു. അപ്പം പക്ഷെ അന്ന് പിന്നെ അച്ഛൻ സേവായി. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അച്ഛൻ മരിക്കുന്നതിന് നന്നായി ടൈം സ്പെൻഡ് ചെയ്ത് കൂടുതൽ സംസാരിച്ച് കുറച്ചും കൂടി. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ മരിച്ചപ്പോൾ അത്ര റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് മരിച്ചിരുന്നെങ്കിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ടായേനെ. അങ്ങനെ പിന്നെ അതിനുശേഷം ഞാനത് ഉൾക്കൊണ്ടിട്ടില്ല. ചില കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ അങ്ങനെ വിടുന്നത് നല്ലത്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിന്തിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവും.